നിങ്ങളോടൊപ്പം ദൈവവചനം പങ്കുവയ്ക്കുവാൻ ദൈവമായ കർത്താവ് എന്നെയും സഹായിച്ചതിനെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ വിവിധ ഭവനങ്ങളിൽ വിവിധ ദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക്, അതുപോലെ തന്നെ ഈ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായ ജാതി മതഭേദമന്യേ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അവിടുന്ന് സഹായിക്കുമാറാകട്ടെ. ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവവചനം, ദൈവം നമ്മെ വിടുവിപ്പാൻ ശക്തനാണ്. ഏത് പ്രതിസന്ധികളിലാണോ ഞാനും നിങ്ങളും ആയിരിക്കുന്നത്, ആ പ്രതിസന്ധികളിൽ നിന്ന് നമ്മളെ വിടുവിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നിങ്ങൾ നിരാശയിലായിരിക്കാം ഈ പ്രഭാതവേളയിൽ നിങ്ങളായിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ചിന്താവിഷ്ടരായി ജീവിതത്തിൽ നിരാശയോടെയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവം നിങ്ങളുടെ ഭവനത്തിൽ എത്തിയിട്ടുണ്ട്. എത്ര പേരത് വിശ്വസിക്കും? ഇന്ന് ഈ സമയം എൻ്റെ ദൈവം എന്നോട് സംസാരിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മഹത്വം കാണുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലവിധമായിരിക്കുന്ന പ്രതിസന്ധികളുണ്ട്, ഭാരങ്ങളുണ്ട്, നിരാശകളുണ്ട്, വേദനകളുണ്ട്. എന്നാൽ നമ്മുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ആരാണ് നിർവഹിക്കുക എന്നൊരു പക്ഷേ നാം ചിന്തിച്ചു പോയേക്കാം. എന്നാൽ ഇവിടെ വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ സകല ഭാരങ്ങളെയും ഏറ്റുകൊള്ളാം എന്ന് പറയുന്ന ഒരു നല്ല ഉടയവനായിരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്നോടൊപ്പം ദൈവവചനം അല്പസമയം ചിന്തിക്കുവാൻ നിങ്ങൾ തീരുമാനിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അത് കേൾക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കുവാനിടയായിത്തീരും. വിശുദ്ധ ബൈബിളിൽ നിന്ന് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു സങ്കീർത്തന വാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ കൈവശം ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബൈബിൾ എടുക്കാം. അതല്ല, നിങ്ങളുടെ പക്കൽ ബൈബിൾ ഇല്ല എങ്കിലും നിങ്ങൾ നിരാശയോടെയാണ് ഇരിക്കുന്നതെങ്കിൽ, നിങ്ങൾ വേദനാജനകമായിരിക്കുന്ന ഒരു വിഷയത്തിൻ്റെ മധ്യത്തിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ, പ്രിയരെ, നിങ്ങൾ എന്നോടൊപ്പം ഈ ദൈവവചനം ഒന്ന് ശ്രവിക്കുവാൻ നിങ്ങളൊന്ന് തയ്യാറായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നിമിഷങ്ങളൊന്നും പാഴായി പോവുകയില്ല. ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാൻ ഇഷ്ടമുണ്ട്. നിങ്ങളുടേതായ ഹൃദയത്തിൻ്റെ വേദനകളെ ഏറ്റുവാങ്ങുവാൻ, അതിനൊരു പരിഹാരം തരുവാൻ നമ്മുടെ സർവശക്തനായിരിക്കുന്ന ദൈവത്തിന് കഴിയും. അതുകൊണ്ട് തന്നെ ഈ പുലർക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവചിന്തയുമായി നമുക്ക് കടന്നു വരാം. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്പനിമിഷത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് 70-ാം സങ്കീർത്തനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. പ്രിയമുള്ളവരെ, ദൈവവചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, നാം ഒന്ന് ശ്രദ്ധിക്കണമേ. 70-ാം സങ്കീർത്തനത്തിൽ ഇതൊരു സങ്കീർത്തനം, ഒട്ടനവധി സങ്കീർത്തന വേദവാക്യങ്ങളുണ്ട്. എന്നാൽ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് കാണുവാൻ കഴിയുന്നത് ദാവീദിൻ്റെ ഒരു ജ്ഞാപക സങ്കീർത്തനം എന്നുള്ളതാണ്. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ പ്രകാരം അഭിഷേകം പ്രാപിച്ച ഒരു ദൈവവൈതലായിരുന്നു ദാവീദ് എന്ന് നമുക്കറിയാം. ദാവീദിനെ ഒരു ഉന്നതമായ സ്ഥാനമോ അതുപോലെ തന്നെ ദാവീദിന് ഉയർച്ച ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമില്ലായിരുന്നു. അവൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അവൻ കോമണനായിരുന്നു എന്നൊക്കെയും സങ്കീർത്തന വാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പിതാവ് ഏൽപ്പിച്ചിരുന്നത് കുറച്ച് ആടുകളെ നോക്കുവാനായിട്ടാണ്. പ്രിയമുള്ളവരെ, എത്ര ദാരുണമായിരിക്കുന്ന അല്ലെങ്കിൽ എത്ര നീചമായ ഒരു ജോലിയാണെന്ന് ഒരു പക്ഷെ നമുക്ക് തോന്നിയേക്കാം. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു കോഴിയെയോ അല്ലെങ്കിൽ ഒരു ആടിനെയോ നമ്മളോടൊന്ന് നോക്കാൻ പറഞ്ഞാൽ നമുക്കൊക്കെ എത്ര പ്രയാസകരമായി തീരും. എന്നാൽ ദാവീദിനോട് തൻ്റെ പിതാവ് പറഞ്ഞു, മോനെ, നീ ഈ ആടുകളെയൊക്കെ പരിപാലിക്കണം എന്ന് പറഞ്ഞു. ദാവീദ് ഒരിക്കലും അതിനെ തിരസ്കരിച്ചില്ല. കാരണം അവൻ അനുസരണമുള്ള ഒരു പൈതലായിരുന്നു എന്നുള്ളതാണ്. അനേക മാതാപിതാക്കന്മാർക്ക് മക്കൾ വ്യസന കാരണമായി ഭവിക്കുമ്പോൾ, അനേക മാതാപിതാക്കന്മാർക്ക് കുഞ്ഞുങ്ങൾ ദുഃഖകരമായി തീരുമ്പോൾ ഇവിടെ കാണുവാൻ കഴിയുന്നത് ഒരു പിതാവിൻ്റെ ആജ്ഞ അനുസരണമായി ദാവീദ് എന്ന് പറയുന്ന ചെറിയ ബാലൻ തൻ്റെ അപ്പൻ്റെ വാക്കുകളെ അനുസരിച്ച് കാട്ടിലേക്ക് പോയതായ ഒരു ചരിത്രം. എന്തിനു വേണ്ടി? തൻ്റെ അപ്പൻ്റെ ആടുകളെ മേയ്ക്കുവാൻ, തൻ്റെ കുടുംബത്തിലെ സ്വത്തായിരിക്കുന്ന ആടുകളെ മേയ്ക്കുവാനായിട്ട് വനാന്തരത്തിലേക്ക് കടന്നുപോയി. പ്രിയമുള്ളവരെ, തൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ ഉന്നതമായ നിലവാരത്തിൽ ജോലി ചെയ്യുമ്പോൾ
ദാവീദിന് ലഭിച്ചിരിക്കുന്ന ജോലി എന്ന് പറയുന്നത് ആടുകളെ മേയ്ക്കുക എന്നുള്ളതാണ്. ഇത് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പലതരത്തിലുള്ളതായിരിക്കുന്ന ആടുകളാണ്. അവയെ മേയ്ക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊരാടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കതിനെ ഒന്ന് വളർത്തുവാൻ എത്രമാത്രം നമ്മൾ ഭാരപ്പെടുന്നുണ്ട്. എന്നാൽ ഒട്ടനവധി മൃഗസമ്പത്തുള്ളതായിരിക്കുന്ന ഈ ദാവീദിന്റെ കുടുംബത്തിലെ ആടുകളെ മേയ്ക്കുവാൻ ദാവീദിനെയാണ് തിരഞ്ഞെടുക്കപ്പെടുവാനിടയായി തീർന്നത്. അങ്ങനെ ദാവീദ് അപ്പന്റെ ആടുകളെ മേയ്ക്കുവാൻ കാട്ടിൽ വനാന്തരത്തിൽ കഴിയവേ ദൈവത്തിന്റെ ആ സാന്നിധ്യം അറിയുവാൻ ദാവീദിന് ഇടയായി എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒത്തിരി വിശകലനം ചെയ്യുവാൻ ബൈബിളിനകത്തുണ്ട്. എങ്കിലും നമുക്ക് സമയത്തിൻ്റെ പരിധികൾ മുഖാന്തരമായിട്ട് അതിലേക്ക് കിടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദാവീദിനെ അഭിഷേകം ചെയ്ത് തന്നെ ഒരു നേതൃത്വ സ്ഥാനത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം കാട്ടിൽ നിന്ന് തന്നെ പേര് ചൊല്ലി വിളിച്ചു വേർതിരിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദാവീദിനെ ദൈവം കണ്ടിരിക്കൊണ്ട് അധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകാതെ, നിരാശയിലൂടെ കടന്നു പോകാതെ, വേദനജനകമായിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകാതെ തന്നെ വേഗത്തിൽ തന്നെ ദൈവം ആ പ്രതിക്രിയ നടത്തി ആ വനാന്തരത്തിൽ നിന്ന് ആടുകളെ മേയ്ക്കുന്ന ആ ജോലിയിൽ നിന്ന് തന്നെ പ്രതിക്രിയ നടത്തി മറ്റൊരു ഉന്നതമായിരിക്കുന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ ദൈവം ദാവീദിനെ കണ്ടിരുന്നു എന്നുള്ളതാണ്. പ്രിയരെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഏത് സ്ഥാനത്താണോ ഇരിക്കുന്നത്, നിങ്ങൾ നിരാശജനകമായിരിക്കുന്ന ഒരു ജോലിയാണോ ചെയ്യുന്നത്, ജോലിയിൽ നിങ്ങൾക്ക് സംതൃപ്തരല്ല എങ്കിൽ ഇന്ന് ഈ 15 വേളയിൽ ആത്മാവിൽ നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ സ്ഥാനമാനങ്ങളെ വ്യതിചലിപ്പിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഉയർച്ചകളെ കാണുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്ത് പദ്ധതിയാണോ ചെയ്യുവാൻ തയ്യാറായിരിക്കുന്നത് അത് നിങ്ങൾക്ക് മുമ്പേ നിലച്ചറിയുന്നവനാകുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുത പ്രവർത്തികളെ ചെയ്യുവാൻ ഇടയായിത്തീരും. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഞാനും നിങ്ങളുമായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ച് വളരെ ഉദ്ദേശ ലക്ഷ്യമുണ്ട്. നിങ്ങൾ ഇപ്പോൾ എൻ്റെ ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ചില ചിന്തകൾ, അല്ലെ നിങ്ങൾ ആയിരിക്കുന്ന നിരാശജനകമായിരിക്കുന്ന ചില അവസ്ഥകൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങൾ, നിങ്ങൾക്കത് പൂർണ്ണമായ ഒരു അനുഗ്രഹത്തിലേക്ക്, ഒരു നന്മയിലേക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തെറ്റാണെന്ന് മറ്റുള്ളവർ നിങ്ങളെ നോക്കി പറയുമ്പോൾ, മറ്റുള്ളവർ പറയുകയാണ് നിങ്ങളിനി അനുഗ്രഹിക്കപ്പെടുകയില്ല, നന്മ പ്രാപിക്കുകയില്ല എന്ന് നിങ്ങളെ നോക്കി ഒരു വ്യക്തി പറയുമ്പോൾ നമുക്ക് ആത്മധൈര്യത്തോടെ പറയുവാൻ കഴിയും, ഇല്ല, ദൈവം എനിക്ക് വേണ്ടി ഒരു ദിവസം പ്രവർത്തിക്കും, ദൈവം എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും എന്നുള്ളതായിരിക്കുന്ന ദൃഢനിശ്ചയം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബത്തോട് ദൈവത്തിന്റെ ആത്മ പറയുകയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിരാശയോടെയാണ് നിങ്ങൾ ആയിരിക്കുന്നത്, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി വിടിവിക്കുന്നവനാകുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇടയായിത്തീരും. ഇവിടെ ദാവീദ് ഒരു പ്രതിസന്ധി ഘട്ടത്തിലായിരിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായ അല്ലെങ്കിൽ നിലവിളിക്കുന്നതായ ഒരവസ്ഥകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ സങ്കീർത്തന വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ വായിക്കുന്നു, ദൈവമേ എന്നെ വിടുവിപ്പാൻ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 70-ാം സങ്കീർത്തനത്തിൽ പരിശുദ്ധാത്മാവായിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്താൽ നിങ്ങളോട് പറയുവാനുള്ളത്, ഇവിടെ ദാവീദ് പറയുകയാണ് താൻ ഒരു സഹായ അഭ്യർത്ഥന ദൈവത്തോട് നടത്തുകയാണ്. മറ്റുള്ള ഒട്ടനവധി സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവമേ എന്നെ സഹായിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, കഷ്ടത പ്രയാസങ്ങളിൽ എന്നെ വിടുവിക്കണമേ, ദുഷ്ടന്റെയും പകയന്റെയും കയ്യിൽ നിന്നൊക്കെ എന്നെ വിടുവിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്, ശത്രുവിന്റെ കൈകളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദാവീദ് ഒട്ടനവധി സങ്കീർത്തനങ്ങൾ നമ്മുടെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഈ സങ്കീർത്തന വേദഭാഗത്തിലേക്ക് നമുക്കൊന്ന് വായിക്കുമ്പോൾ ഒരു വ്യത്യസ്ത നിലവാരമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവമേ എന്നെ വിടുവിപ്പാൻ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. ഇത് നമ്മളും ആഗ്രഹിക്കുന്നില്ലേ? ദൈവമേ പ്രതിസന്ധിയിൽ തന്നെ വിടുവിക്കുവാൻ, ദൈവമേ എൻ്റെ ഈ കഷ്ടതകളിൽ നിന്ന്, എൻ്റെ ഈ സാമ്പത്തികപരമായ വിഷയത്തിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കുവാൻ എനിക്കാരുമില്ലല്ലോ, എന്നെ
ഒന്ന് സഹായിക്കാൻ എനിക്ക് ഉറ്റവരില്ല, എൻ്റെ സ്നേഹിതരില്ല, എൻ്റെ മാതാപിതാക്കളില്ല. എന്തിനേറെ പറയുന്നു, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ എൻ്റെ ഭവനത്തിൽ എനിക്ക് കൂട്ടായി തന്നിരിക്കുന്ന എൻ്റെ സഹധർമ്മിണിക്ക് പോലും കഴിയാതെ ഇരിക്കുമ്പോൾ, അല്ലെ എൻ്റെ മക്കൾക്ക് കഴിയാതിരിക്കുമ്പോൾ, എൻ്റെ കൂടെ സഹപ്രവർത്തകരുണ്ട്, അവർക്ക് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, ഇവിടെ നാമും പലപ്പോഴും ആഗ്രഹിച്ചിട്ടില്ലേ, ദൈവമേ എൻ്റെ ഈ വിഷയത്തിൽ ഒന്ന് സഹായിപ്പാൻ എനിക്ക് ആരുമില്ലല്ലോ. പ്രിയരെ, നാം എന്തിൽ ഭാരപ്പെടുന്നു? ഒരു പക്ഷേ നമ്മെ സ്നേഹിക്കുന്നവർ അകന്നു പോയേക്കാം, നമ്മൾക്ക് സ്വന്തമെന്ന് കരുതുന്നവർ നമ്മെ വിട്ടു പോയേക്കാം. എന്നാൽ ഒരു കാര്യമുണ്ട്, നമ്മെ കൈവിടാത്ത ഒരു കർത്താവുണ്ട്. എന്നെയും നിങ്ങളെയും കൈവിടാതെ നമ്മെ അരുമയോടെ സ്നേഹിക്കുന്ന വലിയവനായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് തന്നെ സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുകയാണ്, ദൈവത്തോട് പറയുകയാണ്, താൻ ഉന്നതമായിരിക്കുന്ന ഒരു പദവിയിൽ ഇരുന്നിട്ടും, താൻ ഒരു രാജാവായി ഇരുന്നിട്ടും ഇവിടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് താൻ ദൈവത്തോട് ഒരു സഹായ അഭ്യർത്ഥന നടത്തുകയാണ്. പ്രിയമുള്ളവരെ, എത്രയോ പേരോട് നമ്മൾ സഹായം അഭ്യർത്ഥിച്ചിരിക്കാം, എത്രയോ പേരോട് നമ്മൾ നിരാശയോടെ പറഞ്ഞിരിക്കാം, എന്നെ ഒന്ന് സഹായിക്കണമേ, എൻ്റെ ഈ വിഷയത്തിൽ നിങ്ങളൊന്ന് എനിക്ക് ഒരു കൈത്താങ്ങൽ തരണമേ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മക്കൾക്ക് ഒരാവശ്യം വന്നിരിക്കുന്നു, ഒന്ന് സഹായിക്കണമേ എന്ന് നാം ഓരോരുത്തരും പറഞ്ഞിട്ടില്ലേ? എൻ്റെ ജീവിതത്തിൽ ഞാൻ പലരോടും പല സന്ദർഭങ്ങളിൽ എൻ്റെ വിഷമതകൾ പറഞ്ഞ് എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെ പലരിൽ നിന്നും എനിക്ക് ഒരു സഹായം ലഭിച്ചിരുന്നില്ല. എന്നാൽ ഞാൻ മുഴങ്കാലം മടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു കാര്യം എന്നെ സന്തോഷിപ്പിച്ചു. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഈ വചനം എൻ്റെ ഹൃദയത്തിൽ വളരെ സന്തോഷപ്രദമായി തോന്നി. അതുകൊണ്ട് തന്നെ ആ സഹായം വിട്ടിട്ട് ദാവീദ് ഇപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ എൻ്റെ ജീവിതത്തിലും ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എങ്ങനെയെന്നറിയാമോ? ദൈവമേ, എന്നെ സഹായിപ്പാൻ പതുക്കെയല്ല, വേഗം വരണമേ. എന്നാൽ ഒരു വലിയ രോഗത്തിന് നമ്മൾ ഉടമയാണെങ്കിൽ നമ്മളോട് എന്താണ് പറഞ്ഞത്? നമ്മൾ പല ഹോസ്പിറ്റലിലും കയറി ഇറങ്ങി അവസാനം പറയുകയാണ്, ഇതിനൊരു ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഇനിയും ഈ ഹോസ്പിറ്റലുകളിൽ ഒന്നുമില്ല, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? അവസാനം നമ്മൾ ചെന്നെത്തുന്നത് മെഡിക്കൽ കോളേജിലാണ്, അതിനപ്പുറമായിട്ടൊരു ഹോസ്പിറ്റൽ പിന്നെ ഇല്ല. അവിടെ നിന്ന് അവസാനം ഡോക്ടർമാർ ഒരു വിധി പറയും, ഈ രോഗത്തിന് ശമനമില്ല, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്ക്, പ്രാർത്ഥിക്കൂ, നിങ്ങൾക്ക് വിടുതൽ ലഭിക്കും. എന്നാൽ പ്രിയരെ, നമുക്ക് നോക്കണം, ചെറിയ ഒരു കാര്യം വന്നപ്പോൾ നമ്മൾ സഹായത്തിന് വേണ്ടി അപേക്ഷിച്ചില്ല. നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിരിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ വരുമ്പോൾ നാം അത് പരിഹരിച്ച് നാം അതിന് വേണ്ടതായിരിക്കും ഉത്തരം കണ്ടെത്തി നാം മുമ്പോട്ട് പോകും. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെയും മനസ്സിനെയും ചിന്തകളെയും ആദ്യം ഉലയ്ക്കുന്ന ദൈവത്തിൻ്റെതായിരിക്കുന്ന തിരുസന്നിധിയിൽ പലപ്പോഴും എന്നെയും നിങ്ങളെ സഹായിക്കുവാൻ ആരുമില്ലെന്ന് തോന്നലുകൾ ഉണ്ടാകുമ്പോൾ ഞാനും നിങ്ങളും ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതായിരിക്കുന്ന ആത്മവിശ്വാസം നിങ്ങളിൽ എത്ര പേരുണ്ടോ? ഏത് കുടുംബത്തിൽ ഇരുന്നുകൊണ്ട് ദൈവമക്കളെ നിങ്ങൾ ഇന്ന പകൽക്കാലം ജാഗരിച്ച് പ്രാർത്ഥിക്കുന്നുവോ? പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ പറയുന്നു, ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന്റെ കണ്ണുനീരിനെ കണ്ടിട്ട് മറികടന്നു പോകുന്നവരല്ല നമ്മുടെ ദൈവം. പിന്നെയോ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഉന്നതരായിരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് എത്ര പേരിന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ! എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രിയമുള്ളവരെ, നിങ്ങളായിരിക്കുന്നിടത്ത് കരമുയർത്തി ഒരു സ്തോത്രം പറയുക, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ വിഷയത്തിന്മേൽ, ഞാൻ നിരാശപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്മേൽ, ഞാൻ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ, ഞാൻ ചിന്താകുലമായിരിക്കുന്ന വിഷയത്തിന്മേൽ, എൻ്റെ കുടുംബത്തിന്മേൽ, എൻ്റെ ധനപരമായ പ്രശ്നത്തിന്മേൽ, എൻ്റെ മക്കളുടെ ജോലിയുടെ പരമായിരിക്കുന്ന വിഷയത്തിന്മേൽ, അവരുടെ പഠനത്തിന്മേൽ, എൻ്റെ സാമ്പത്തിക ഞെരുക്കത്തിന്മേൽ, എൻ്റെ രോഗത്തിന്മേൽ ഞാൻ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്റെ മധ്യത്തിൽ ഇന്നത്തെ കാലം ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യത്താൽ ദൈവത്തിൻ്റെതായിരിക്കുന്ന അത്ഭുത പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിൽ ഇന്നൊരു വലിയ മിറുക്കലായി ഭവിക്കേണ്ടതിനായി നിങ്ങൾ ദൈവങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുമോ? ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ദൈവമേ എന്നെ വിടുവിപ്പാൻ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ, പതുക്കെയല്ല, പിന്നെയോ വേഗത്തിൽ വരണമേ. 2025 അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഞാനും നിങ്ങളും ദുഃഖിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയുക, 2025 അതിന്റെ തുടക്കം നിങ്ങൾക്ക് ക്ലേശകരമാണെങ്കിൽ, അത് ദുഃഖകരമാണെങ്കിൽ, അത് പ്രയാസകരമാണെങ്കിൽ 2025 അതിന്റെ 7-ാം മാസം അതിന്റെ എൻഡിൽ പ്രവർത്തിക്കുന്നവനാകുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ സാന്നിധ്യത്തിലുണ്ട്. ഇന്ന് പകൽക്കാലം വചനത്തിന്റെ മധ്യത്തിൽ ആത്മാവിൽ വിളിച്ചു പറയുന്നു,
തന്ന ഒരു ദൈവ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ആത്മകരോടെ വിളിച്ചു പറയുന്നു, 7-ാം മാസത്തിൽ അതിന്റെ എൻഡിൽ പ്രവർത്തിക്കുന്നവരാണ് ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ഒരു ദൈവ പ്രവൃത്തി കാണുവാൻ പോവുകയാണ്. ഹല്ലേലൂയ, the worship Jesus, ഹല്ലേലൂയ, യേശു കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നെ സഹായിപ്പാൻ ഒന്ന് വേഗം വരണമേ. പിന്നെയോ പ്രാർത്ഥിക്കുകയാണ്, എന്നെ വിടുവിപ്പാനും വേഗം വരണമേ. രണ്ട് കാര്യങ്ങളിൽ ഇവിടെ ദാവീദ് ഞെരുക്കം അനുഭവിക്കുകയാണ്. ഒന്ന്, താൻ അനുഭവപ്പെടുന്ന വിഷയത്തിന്മേൽ ഒരു വിടുതൽ ആവശ്യമാണ്. രണ്ടാമത്, തനിക്ക് ദൈവത്തിൽ നിന്ന് ഒരു സഹായം ആവശ്യമാണ്. ഇത് രണ്ടും നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ പ്രിയരെ? ഈ വിഷയം നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ മക്കളിൽ, നിങ്ങളുടെ ഭർത്താവിൽ, നിങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്ന ബന്ധുമിത്രാദികൾ, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക്, ദേശത്തിന്, നിങ്ങളുടെ സഭയ്ക്ക് ഒരു വിടുതൽ കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾക്കൊരു സഹായം ആവശ്യമില്ലേ? മറ്റാർക്കും പരിഹരിക്കുവാൻ കഴിയാത്ത, മറ്റാരോട് നിങ്ങൾ ചോദിച്ചിട്ട് ലഭിക്കാതിരിക്കുന്നതായ ഒരു വിഷയത്തിന്റെ മധ്യത്തിൽ നിങ്ങളൊരു അനുഗ്രഹത്തിന് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി, ഒരു സഹായത്തിന് വേണ്ടി ഇന്ന് പകൽക്കാലം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയുടെ മഹത്വം നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ജീവിത വിഷയത്തിന്മേൽ ഒരു അത്ഭുതം വെളിപ്പെടുവാൻ പോകുക. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളായിരിക്കുന്ന ഇടത്ത് സർവശക്തനായിരിക്കുന്ന ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. എന്റെ വിഷയത്തിന്റെ മേൽ, എന്റെ ജീവിതത്തിന്റെ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം ഇറങ്ങി പ്രവർത്തിക്കും. എന്റെ ദൈവം ഒരു അത്ഭുത മിരുക്കളായി എന്റെ കുടുംബ ജീവിതത്തിന്മേൽ, എന്റെ മക്കളുടെ മേൽ, എന്റെ ധനപരമായ വിഷയത്തിന്മേൽ എന്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ വിശ്വസിക്കുന്നവരുടെ വീടിന്റെ മേൽ, ആ വിശ്വസിക്കുന്നവരുടെ വ്യക്തി ജീവിതത്തിന്മേൽ ഒരു വലിയ വിധമായിരിക്കുന്ന ഒരു അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നത്, എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. എന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ. നോക്കിക്കേ, ഇപ്പോൾ ദാവീദിന്റെ വിഷയം എന്തായിരുന്നു? ഒന്നാമത് ദാവീദിന്റെ വിഷയം, തന്റെ ജീവിതത്തിൽ ലജ്ജിപ്പിക്കുന്നവർ അനേകരുണ്ട്. അവനെ കൊള്ളില്ലമേ, അവനെ ഒരു കാശിനും കൊള്ളത്തില്ല. നമ്മുടെ മക്കളെ നോക്കി നമ്മൾ അങ്ങനെ പറയത്തില്ലേ, ഒന്നിനും കൊള്ളത്തില്ല. അല്ലെങ്കിൽ ഭർത്താവിനെ നോക്കി പറയത്തില്ല, ഒരു ഉപകാരമില്ല. ഈ ഭർത്താവിനെ കൊണ്ട് ഒരു ഉപകാരമില്ലെന്ന് പറയുന്ന എത്ര പേരുണ്ട്? കുഞ്ഞുങ്ങളെ കൊണ്ട് ഉപകാരമില്ലെന്ന് പറയുന്ന എത്ര പേരുണ്ട്? അല്ലെങ്കിൽ എൻ്റെ സഹോദരനെ കൊണ്ട് ഒരു ഉപകാരമില്ലെന്നേ, എനിക്കൊരു സഹോദരൻ ഉണ്ടെന്നേ ഉള്ളൂ, ഒരു ഉപകാരവുമില്ല. സഹോദരിമാരെ നോക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ, ആ സഹോദരിയെ കൊണ്ട് ഒരു ഉപകാരവുമില്ല. ലജ്ജിപ്പിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. എന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ. കണ്ടോ, അപ്പോൾ പ്രാണഹാനി വരുത്തുവാൻ നോക്കുകയാണ്. ആർക്ക്? ദാവീദിനെതിരായി തന്റെ ജീവനെ എടുത്തു കളയുവാൻ, തന്റെ ജീവനെതിരായി നടക്കുന്ന പോരാട്ടങ്ങളെ കണ്ടുകൊണ്ട് സർവശക്തനായിരിക്കുന്ന ദൈവം അവിടെ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? എനിക്ക് പ്രാണൻ തന്ന ഒരു ദൈവമുണ്ട്, അതുകൊണ്ട് എന്റെ പ്രാണൻ ഒരു വിപത്ത് സംഭവിച്ചാൽ എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ളത് അയൽവക്കംകാരോടല്ല, എന്റെ പ്രാണനെതിരായി വരുന്നതായ വിപത്തുകളെ കണ്ടുകൊണ്ട് സ്നേഹിതരോട് പറയുവാനല്ല. പിന്നെ ദാവീദ് എന്താണ് ചെയ്തത്? എനിക്ക് പ്രാണൻ തന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തോട് എനിക്ക് പ്രാണഹാനി വരുത്തുന്നവരെ കുറിച്ച് എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കും. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകും. പ്രിയരെ, നമുക്കെതിരായി നിന്നുകൊണ്ട്, നമ്മുടെ പ്രാണനെതിരായി, നമ്മുടെ അനുഗ്രഹത്തിനെതിരായി, നമ്മുടെ ഉയർച്ചയ്ക്കെതിരായി ആരെങ്കിലും തടസ്സമായി നിൽക്കുന്നുവെങ്കിൽ ആത്മാവിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, നിങ്ങൾക്കെതിരായി നിൽക്കുന്ന സകല പ്രാണഹാനികൾ വരുത്തുവാൻ നോക്കുന്ന സകല വിഷയങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് ഇന്ന് പകൽക്കാലം വിട്ടൊഴിഞ്ഞു പോകുക. നിങ്ങൾക്കെതിരായി നിൽക്കുന്ന സകല വൈരികളും യേശുവിന്റെ നാമത്തിൽ അത് നിങ്ങളെ വിട്ട്, നിങ്ങളുടെ ഭവനം വിട്ട്, നിങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന വ്യക്തികളെ വിട്ട് അത് മാറിപ്പോകുക. ചില തടസ്സങ്ങൾ, ചിലതായിരിക്കുന്ന പ്രതിസന്ധികൾ, ചില പോരുകൾ, മരണത്തിന്റെ എന്നിൽ നിൽക്കുന്ന ചില രോഗങ്ങൾ ഇന്ന് പകൽക്കാലം സർവശക്തനായിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ആര് വിശ്വസിക്കുന്നോ ചില രോഗങ്ങൾ എന്നിൽ നിൽക്കുകയാ, നിങ്ങളുടെ ജീവിതത്തിന്റെ എന്നിൽ നിൽക്കുകയാ. ഈ രോഗം മുഖാന്തരം ഞാൻ നഷ്ടപ്പെട്ടു പോകുമോ? ഈ രോഗം മുഖാന്തരം ഞാൻ മരണപ്പെട്ടു പോകുമോ? എന്റെ പ്രാണൻ എന്തെങ്കിലും അപായം സംഭവിക്കുമോ എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ജീവിതത്തെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മ വിളിച്ചു പറയുക, ഇല്ലേ ഇല്ല, നിന്റെ രോഗം നിന്റെ പ്രാണനെ എടുക്കുവാനല്ല. നിന്റെ രോഗം നിന്റെ പ്രാണനെ നിന്നിൽ നിന്ന് അകറ്റി കളയുവാനല്ല. പിന്നെയോ നിന്റെ രോഗത്തിന് ശമനം വരുത്തി നിന്റെ ക്രിസ്തുവിനെ കുറിച്ച് അറിയുവാൻ, ദൈവത്തിന്റെ അറിയുവാൻ ഇന്ന് ദൈവത്തെ പരിശുദ്ധാത്മാവ് ആ രോഗിയെ സൗഖ്യം
ജീവിതത്തിലേക്ക് ദൈവം അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം എന്തെന്നോ, രോഗത്തിന് വിമുക്തത വരുത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ദൈവത്തിന് കഴിയും. നിങ്ങൾ വിശ്വസിക്കുന്ന എന്റെ യേശു മുഖാന്തരം അത് സാധിക്കും. കാരണം എന്തെന്നോ, മരണത്തിന്റെ താക്കോൽ കരസ്ഥമാക്കി ജീവനെ ക്രൂശിൽ മരിച്ചതായ സർവശക്തനായിരിക്കുന്ന ദൈവം മരണത്തെയും അതിനായിരിക്കുന്ന ഹല്ലേലൂയ മരണത്തെയും പാതാളത്തെയും കീഴടക്കിക്കൊണ്ട് സ്വർഗ്ഗലോകത്തിനെ അവകാശമാക്കിക്കൊള്ളുന്ന കുഞ്ഞാടിന്റെ വിശുദ്ധ രക്തത്താൽ കാൽവരിയോളം സഹിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയുടെ മഹത്വത്താൽ ആ കുഞ്ഞാടിന്റെ രക്തം നമുക്ക് സകല പാപങ്ങളെ പോക്കി സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ അടിപ്പിടരാനുള്ള സൗഖ്യം എനിക്ക് വന്നുമിരിക്കുന്നു. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ആ ദൈവത്തിന്റെ അടിപ്പിടരാനുള്ള സൗഖ്യം ഇന്ന് പകർക്കാരുടെ കുടുംബത്തിലായിരിക്കുന്ന വ്യക്തി ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന കാവ് തോന്നുകൊണ്ടിരിക്കുന്നതായ ചില രോഗത്തിന് മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാ. അടിപ്പിടരാനുള്ള സൗഖ്യം ഇന്ന് പകർക്കാൻ ചില ഭവനങ്ങൾ അനുഭവിക്കുകയോ ചില വ്യക്തി ജീവിതങ്ങൾ അനുഭവിക്കുക. യേശുവിന്റെ നാമത്തിൽ എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാകട്ടോ. ദൈവം നമ്മളെ തകർത്ത് കളയുന്ന ദൈവമല്ല. ദൈവം നമ്മളെ ക്ഷീണിപ്പിക്കുന്ന ദൈവമല്ല. ഇവിടെ ദാവീദിനെതിരായിട്ട് തനിക്ക് പ്രാണഹാനി വരുത്തുവാൻ തന്നെ ദുഃഖിപ്പിക്കുന്നതായ, തനിക്ക് പ്രതിസന്ധി വരുത്തുന്നതായിരിക്കുന്ന ഒരു പ്രതികൂല സാഹചര്യത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ 70-ാം സങ്കീർത്തനത്തിൽ വീണ്ടും വായിക്കുകയാണ്, എന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ. നന്നായി നന്നായി എന്ന് പറയുന്നവർ തങ്ങളുടെ നാണനിമിത്തം പിന്തിരിഞ്ഞു പോകട്ടെ. നിന്നെ അന്വേഷിക്കുന്നവരൊക്കെയും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. ഇവിടെ പറയുകയാണ്, നന്നായി നന്നായി എന്ന് പറയുന്നവർ തങ്ങളുടെ നാണം നിമിത്തം പിന്തിരിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞാൽ ദാവീദിന് എന്തെങ്കിലും സംഭവിക്കും. അവന്റെ പ്രാണഹാനി വന്ന് അവൻ നഷ്ടപ്പെട്ട് അവന്റെ ജീവൻ പോകും. അവന് ഇനി ഒന്നും പ്രവർത്തിക്കുവാൻ, ഇനി ഒരു നന്മ കാണുവാൻ ദാവീദിന് ഇനി കഴിയുകയില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ച് ചില ശത്രുക്കൾ ദാവീദിനെതിരായി എഴുന്നേറ്റപ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുകയാണ്, നന്നായി നന്നായി എന്ന് പറയുന്നവർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ട് അവർക്കത് വന്നത് നന്നായി, ആ ഭവനത്തിന് അത് വന്നത് നന്നായി, ആ സിസ്റ്റർക്ക് അത് വന്നത് നന്നായി, അല്ലെങ്കിൽ ആ കുടുംബത്തിന് അത് വന്നത് നന്നായി എന്ന് പറയുന്ന ചിലർ എന്ത് ചെയ്യുക, ഇപ്പൊ ലജ്ജിച്ചു പോകുക. പ്രിയമുള്ളവരെ, നമുക്ക് ഹാനികരം വരുവാൻ, നമുക്ക് ദോഷം വരുവാൻ, നമ്മുടെ കാര്യത്തിന് ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് തടസ്സം വരുവാൻ പലരും ചിന്തിച്ചേക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഭവനത്തെ നോക്കി നന്നായി നന്നായി എന്ന് പറയുന്ന ചിലരുണ്ടല്ലോ, ഇന്ന് പകൽക്കാലം ലജ്ജിച്ചു പോകുക. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഷ്ടതയിൽ, നിങ്ങളുടെ പ്രയാസങ്ങളിൽ, നിങ്ങളുടെ നിരാശകളിൽ, നിങ്ങളുടെ വേദനകളിൽ പലരൊക്കെ സന്തോഷിച്ചേക്കാം. എന്നാൽ ദൈവാത്മാവ് പറയുകയാണ്, അങ്ങനെ സന്തോഷിക്കുന്നവർ അങ്ങനെ സന്തോഷിക്കേണ്ടെന്ന് ഇവിടെ ദാവീദ് പറയുക. എന്താ കാരണം? അവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകും. പിന്നെ എല്ലാം നന്നായി നന്നായി എന്ന് പറയുന്നവർ തങ്ങളുടെ നാണ നിമിത്തം എന്ത് ചെയ്യും? പിന്തിരിഞ്ഞു പോകും. യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നോക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഇന്ന് പകൽക്കാലം ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിങ്ങളെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പ്രശ്നങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളുടെ പോരായ്മകളെ കാണുന്നുണ്ട്, നിങ്ങളുടെ രോഗങ്ങളെ കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ വചനം ശ്രദ്ധിക്കുന്നുവെങ്കിൽ നമുക്ക് അടുത്തതായ ടെൻഡൻസിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇവിടെ എങ്ങനെ കാണുന്നു? നന്നായി നന്നായി എന്ന് പറയുന്നവർ തങ്ങളുടെ നാണം നിമിത്തം പിന്തിരിഞ്ഞു പോകട്ടെ. നിന്നെ അന്വേഷിക്കുന്നവരൊക്കെയും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. കണ്ടോ, ഇതിന് മുമ്പ് ദാവീദ് എന്താ പറഞ്ഞത്? എന്നെ ലജ്ജിപ്പിക്കുവാൻ നോക്കുന്നവരുണ്ട്, എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യും? നന്നായി നന്നായി എന്ന് അവനത് വന്നത് നന്നായി, അവൻ്റെ പണം നഷ്ടപ്പെട്ടത് നന്നായി, അവന് രോഗം വന്നത് നന്നായി, അവൻ്റെ കുടുംബത്തിൽ ഇല്ലായ്മ വന്നത് നന്നായി, അവൻ്റെ വാഹനം നഷ്ടപ്പെട്ടത് നന്നായി, അവനിങ്ങനെ ദുഃഖിച്ചും പരിഭ്രമിച്ചും ഒക്കെ വീട്ടിനകത്ത് ഒന്നുമില്ലാത്തതുപോലെ ഇരിക്കുന്നത് എത്ര സന്തോഷമാണെന്ന് പറഞ്ഞ് ശത്രു കൈയടിക്കുമ്പോൾ, ശത്രു നിന്ന് സന്തോഷിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവവൈദ്യരെ നിന്നെ നോക്കിക്കൊണ്ട് ആത്മാവിൽ വിളിച്ചു പറയുക. അങ്ങനെ സന്തോഷിക്കുന്ന ചിലര് നിനക്കെതിരായി നിൽക്കുമ്പോൾ ഇവിടെ ദാവീദ് പറഞ്ഞതുപോലെ പറയുകയാണ്, നന്നായി നന്നായി എന്ന് പറയുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. ഇപ്പോൾ നോക്കിക്കേ, എന്നെയും നിങ്ങളെ നോക്കിക്കൊണ്ട് പലരും പറയുക, അത് വന്നത് നന്നായി, അത് നഷ്ടപ്പെട്ടത് നന്നായി, നീ ജീവിതത്തിൽ ഹല്ലേലൂയ അവർ അനുഭവിച്ച ദുഃഖം നന്നായി നന്നായി എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ദാവീദ് പറയുകയാണ്, അവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകും. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളെ നോക്കി നിങ്ങളെ ലജ്ജിപ്പിച്ച ചിലരുടെ നാട്ടിൽ നിങ്ങൾക്ക് കരം ഉയർത്തി പറ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ ലജ്ജിപ്പിച്ചവർ നന്നായി നന്നായി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരുടെ നടുവിൽ എന്റെ
കാണുവാൻ കഴിയുന്നത്. നന്നായി നന്നായി എന്ന് പറയുന്നവർ തങ്ങളുടെ നാമനിമിത്തം പിന്തിരിഞ്ഞു പോകട്ടെ. നിന്നെ അന്വേഷിക്കുന്നവരൊക്കെയും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. ദൈവമക്കളുടെ പ്രത്യാശ അതാകട്ടോ. ആരൊക്കെ നമ്മളെ ദുഃഖിപ്പിച്ചാലും, ആരൊക്കെ നമ്മളെ കരയിപ്പിച്ചാലും, ആരൊക്കെ നമ്മളെ എതിർത്ത് നിന്നാലും ദൈവമക്കൾക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യും? യഹോവയിൽ സന്തോഷിക്കും. ദാവീദും അത് തന്നെയാണ് ആഗ്രഹിച്ചത്. ദാവീദ് എന്താണ് ആഗ്രഹിച്ചത്? നിന്നെ അന്വേഷിക്കുന്നവരൊക്കെയും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ദൈവിക വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മുഖമൊന്ന് അന്വേഷിച്ച്, ദൈവത്തെ ഒന്ന് ആരാഞ്ഞറിഞ്ഞ്, നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ സങ്കടങ്ങളെ പങ്കുവെക്കുമെങ്കിൽ, ദൈവത്തോട് നിങ്ങളുടെ ദുഃഖങ്ങളെ ഒന്ന് നിങ്ങൾ നേറ്റു പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളെ സഹായിപ്പാൻ ആരുമില്ലെന്ന് തോന്നി നിങ്ങൾ ഒറ്റപ്പെട്ട നിലവാരത്തിലാണോ ആയിരിക്കുന്നത്? നിങ്ങളെ സഹായിപ്പാൻ ഒരു യേശുവുണ്ട്. നിങ്ങൾക്ക് വേണ്ടി താണിറങ്ങി വരുന്ന ഒരു ദൈവിക മഹത്വമുണ്ട്. ആ ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഭവനത്തെ നോക്കി ശത്രു പറയുകയാണ്, ഇല്ല, അവൻ ഒരിക്കലും ഉയരില്ല. എന്നാൽ ആത്മാവിൽ ദൈവത്തിന്റെ നാമത്തിൽ വിളിച്ചു പറയുന്നു, നിങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. 70-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, ദൈവമേ എൻ്റെ അടുക്കൽ വേഗം വരണമേ, നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. എന്നാൽ നമ്മളെ സഹായിക്കുന്ന ഒരുവൻ. എത്ര ശ്രേഷ്ഠതയോടെയാണ് ദാവീദ് പറയുന്നത്. വേറെ ആരും നമ്മെ സഹായിക്കാറില്ല, ഉറ്റവരില്ല, ഉടയവരില്ല, പ്രിയപ്പെട്ടവരില്ല, നാം സ്നേഹിക്കുന്നവരില്ല. ഇവിടെ ദാവീദ് വിളിച്ചു പറയുകയാണ്, എന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ കഷ്ടതയിൽ, എൻ്റെ പ്രയാസങ്ങളിൽ, എൻ്റെ ഞെരുക്കങ്ങളിൽ, എൻ്റെ വേദനകളിൽ, എൻ്റെ കണ്ണുനീരിൽ എന്നെ സഹായിക്കുന്ന ഒരു യേശുവിനെ ഇന്നുകാൽ നിങ്ങൾ വിശ്വസിക്കണം. പ്രിയരെ, നിങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സോടെയാണോ ആയിരിക്കുന്നത്? നിങ്ങൾ പ്രതിസന്ധികളിലാണോ ആയിരിക്കുന്നത്? ഇന്നുകാൽ ആത്മാവിൽ വിളിച്ചു വരട്ടെ. നിങ്ങളുടെ വിഷയങ്ങൾ ഇന്നുകാലം ദൈവകരണയിലേക്ക് ഏൽപ്പിക്കുവാൻ തയ്യാറാകുന്നു. ശത്രു പലപ്പോഴും ഞങ്ങളെ ഞെരുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധ്യമാകുന്നില്ല. ഏതൊരു വിഷയത്തിന്മേൽ പ്രാർത്ഥിച്ചാലും, ഏതൊരു വിഷയത്തിന്മേൽ ദൈവം മുൻപാകെ മുഴങ്കാലം അടക്കിയാലും സാധ്യമാകാതിരിക്കുന്നതായി ചില വിഷയത്തിന്റെ നടുവിൽ കരയുന്നതായി ചില മാതാക്കളോട് ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി താണിറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ ആ വിഷയത്തിന്മേൽ അനുഭവിക്കുവാൻ പോവുകയാണ്. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് ഇതുവരെയും ഒരു നല്ല ജോലി സംബന്ധമായ വിഷയത്തിന്മേൽ നിങ്ങൾക്കൊരു ജയം കണ്ടെത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ ആത്മാവിൽ വിളിച്ചു പറയുക, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിഷയത്തിന് മേൽ പ്രവർത്തിക്കുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. ഒരു അത്ഭുതം ഒരിക്കൽ സംഭവിക്കുവാൻ പോവുകയാണ്. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എൻ്റെ ദൈവം എന്നെ സഹായിക്കും, എൻ്റെ കർത്താവിന്റെ കരം എന്നോട് കൂടെയുണ്ട്. നിങ്ങൾ എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമെങ്കിൽ, എൻ്റെ ദൈവമേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എനിക്ക് സഹായം എവിടെ നിന്നും വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. പ്രിയമുള്ളവരെ, ആരും നിങ്ങളെ സഹായിപ്പാനില്ലെങ്കിൽ കർത്താവായ യേശു കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിപ്പാൻ ശക്തനാണ്. നിങ്ങളുടെ വിഷയങ്ങളെ ദൈവകരണിലേക്ക് കൊണ്ടു കൊടുക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുമോ? ദൈവമേ, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ കരയുന്നു. മക്കളില്ലാതെ മാറപ്പെടുന്നതായ ചില വ്യക്തികളെ ആത്മാവിൽ കാണുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ കന്യയെ മാനിച്ച ഒരു ദൈവം നിങ്ങളെ മാനിപ്പാൻ ശക്തനായ ദൈവമാണ്. പ്രിയരെ, തലമുറകൾക്ക് വേണ്ടി ഒരു ജോലിയില്ലാതെ മാറപ്പെടുന്ന എത്രയോ മാതാക്കളുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ചില ഓഫറുകൾ ദൈവം, ചില ഓഫീസുകളെ തുറന്ന് ആ വഴിത്താളുകളെ തുറക്കുവാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവിന് കഴിയും എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ചില വ്യക്തി ജീവിതങ്ങൾ ഞെരുക്കത്തോടെ ഭവനത്തിലായിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, നാളുകളായി പ്രാർത്ഥിച്ചിട്ടും എന്നെ ഒരു വിഷയത്തിനും മറുപടി ലഭിക്കുന്നില്ലല്ലോ എന്നോർത്തുകൊണ്ട് വിഷാദമായിരിക്കുന്ന അവസ്ഥയിലിരിക്കുന്ന ചിലരെ കാണുന്നു. എന്നാൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുക, നിങ്ങളുടെ വിഷാദങ്ങളെ മാറ്റി നിങ്ങൾ അടച്ചിട്ടിരിക്കുന്ന റൂമിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങി ഒരു നന്മ കാണുവാൻ നിങ്ങൾ പോവുകയാണ്.
കാലങ്ങളായി ആളുകൾ വിഷാദത്താൽ ഞെരുക്കം അനുഭവിച്ച് ഒന്നിനും ഒരു താല്പര്യമില്ലാതെ, ഒന്നിനും ഒരു ഉന്മേഷമില്ലാതെ, ആളൊന്ന് പുറത്തിറങ്ങുവാൻ പോലും താല്പര്യപ്പെടാത്ത ചില ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് കാണുക. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ആത്മനിർഭരത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമുണ്ട്. പൗലോസിനെയും ശീലാസിനെയും കാരാഗൃഹത്തിൽ ആമച്ചിട്ട് പൂട്ടി അവരെ അതിനുള്ളിലാക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ അതിന്റെ തടവറകളെ അടച്ചിട്ടിരിക്കുന്ന തടവറകളെ പുറത്താക്കിക്കൊണ്ട് അതിനെ വെളിയിൽ വന്നിരിക്കുന്നതായ തന്റെ ഭക്തന്മാരെ കുറിച്ച് പരിശുദ്ധാത്മാവിനാൽ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നല്ലോ. അങ്ങനെയെങ്കിൽ കാരാഗൃഹത്തെ പോലും തുറക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ എനിക്കും നിങ്ങൾക്ക് മുമ്പിലായി അടച്ചിട്ടിരിക്കുന്ന ചില വഴികളും വാതിലുകളും സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള ദൈവം ഈ ദിവസങ്ങളിൽ തുറക്കുവാൻ പോവുകയാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ആത്മാവിനെ വിളിച്ചു പറയൂ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനാണ്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചിലത് കരുതുവാൻ ശക്തനാണ്. അടയ്ക്കപ്പെട്ട വാതിലുകളെ തുറക്കുവാൻ കഴിവുള്ളവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നസ്രനായ യേശു അത്രേ. ഹല്ലേലൂയ. ആത്മാവിനായിരിക്കുന്ന വിഷാദത്തിൽ നിങ്ങളായി തീരരുതേ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ്, നമ്മുടെ സകലത്തിന് മതിയാവനായി കാണുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. എത്ര പേര് പറയുന്നുണ്ട് എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പറയട്ടെ, ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നമ്മെ അനുഗ്രഹിക്കും, അവൻ നമ്മെ സഹായിക്കും, അവൻ നമ്മെ വിടുവിക്കും. നമ്മൾ ഇന്നും ഞെരുക്കത്തിലിരിക്കുവാനല്ല നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞെരുക്കത്തിലിരിക്കുന്നവരെ വിഷാദത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നാം നമ്മുടെ ഭവനത്തിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്നവരല്ല. ദൈവം നമുക്ക് വിശാലം നൽകി നമ്മുടേതായിരിക്കുന്ന ജീവിതത്തിന്റെ അതിർവരമ്പുകളെ വിസ്തൃതമാക്കി നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. യോസഫിനെ പൊട്ടക്കണത്തിൽ എറിഞ്ഞു കളഞ്ഞപ്പോൾ അവർ വിചാരിച്ചു അവിടെ കൊണ്ട് അവൻ തീർന്നു പോയി, അവന്റെ സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്വപ്നക്കാരായി വിളിച്ച യോസഫിന്റെ ദർശനത്തിന് ഭംഗം വരാതെ യോസഫിനെ മാനിച്ച ഒരു ദൈവം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിൽ വിളിച്ചു പറയുക, നമ്മുടെ സ്വപ്നങ്ങളൊന്നും നഷ്ടമായി. ആത്മനിറവ് കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ വലിയവനായിരിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ നൽകുവാനിടയായിട്ട് നമ്മൾ ഏത് വിഷയത്തിന്മേൽ ജാഗ്രത പ്രാർത്ഥിക്കുന്നു ആ വിഷയത്തിന്മേൽ ഒരു വലിയ വിടുതൽ കണ്ട് സന്തോഷിക്കുവാനിടയായിട്ട് എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ കാണും എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈ വിഷയങ്ങളെ ദൈവകാര്യങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ദൈവം നമ്മെ സഹായിക്കാനിടയായിട്ട് എന്നോടൊപ്പം നിങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ഞാൻ ഈ വിഷയത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. പരിശുദ്ധനും നിത്യനുമായ സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനാണ് ഞാൻ അങ്ങയെ വാഴ്ത്തുന്ന കർത്താവേ. ദൈവമേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ എന്ന് ദാവീദ് കർത്താവേ ദൈവസന നിലവിളിക്കുമ്പോൾ അനേക ദൈവമക്കൾ പല പ്രതിസന്ധികളിൽ പ്രതികൂല സാഹചര്യങ്ങളിലായിരിക്കുമ്പോൾ കർത്താവേ ഈ സമയം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചില മാതാക്കൾ തലമുറകൾക്ക് വേണ്ടി ഭാരപ്പെടുന്നുണ്ടപ്പ, അവർക്ക് വേണ്ടി ദൈവത്തിന്റെ അത്ഭുതകരമായ കരം നീട്ടണമേ. ചില വ്യക്തികൾ രോഗങ്ങളാൽ ഭാരപ്പെടുന്നുണ്ട് കർത്താവേ, അവിടുത്തെ പൊന്നുനാമ നിമിത്തം അവരെ വിടിവിച്ച് അവരെ അനുഗ്രഹിക്കുമാറാണ്. ചില ക്ലേശങ്ങൾ ഭവനത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞു മാറിപ്പോകട്ടെ കർത്താവേ. ഈ ദിവസങ്ങളിൽ അനുഗ്രഹം പ്രാപിക്കുകയില്ല, നന്മ പ്രാപിക്കുകയില്ല എന്ന് ശത്രു വിളിച്ചു പറഞ്ഞ ചില വ്യവസ്ഥകളെ ദൈവം അതിന്റെ അവസ്ഥകളെ മാറ്റി കർത്താവേ. വ്യവസ്ഥ പ്രകാരം അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ആ കുടുംബത്തിനൊരു അനുഗ്രഹമായി ഭവിക്കട്ടെ കർത്താവേ. തലമുറകളെ ദൈവത്തിന്റെ കരുണയിലേക്ക് ഏൽപ്പിക്കുന്ന തലമുറകൾക്ക് വേണ്ടി ഭാരപ്പെടുന്ന ചില മാതാപിതാക്കന്മാർ ഈ ദിവസങ്ങൾ തലമുറയുടെ അനുഗ്രഹം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയും. കർത്താവ് വചനപ്രകാരം യഹോവയെ വിടുവിപ്പാൻ, യഹോവയെ സഹായിപ്പാൻ വേഗം ഈ ദിവസം കർത്താവ് പ്രാർത്ഥനയിൽ കർത്താവെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഭവനത്തെയും വ്യക്തി ജീവിതങ്ങളെയും മാതാപിതാക്കളെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെല്ലാം ദൈവകരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരു അത്ഭുതമായിരിക്കുന്ന അനുഗ്രഹമാക്കി അവരെ തീർക്കണം. യഹോവയായ ദൈവത്തിന്റെ സാന്നിധ്യത്താൽ അവർ അനുഗ്രഹിക്കപ്പെടണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടത് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സർവശക്തനായ ദൈവം എല്ലാവരുടെ കൂടെ ഇന്നും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.